ഹായ്, എല്ലാവർക്കും മോംസ് ഡ്രീംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പാസ്ത ഉണ്ടാക്കിയാലോ. ഞാൻ ആദ്യമായിട്ടാണ് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടുന്നത്. റെഡിയാക്കിയിട്ടുള്ള ഫുഡിൻ്റെ വീഡിയോസൊക്കെ എടുത്തിടാറുണ്ട്. ഞാൻ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നൊരു സിമ്പിൾ പാസ്ത, മഷ്റൂം പാസ്ത. ഹെൽത്തിയാണ്, കാരണം വീറ്റ് പാസ്തയാണ് ഉപയോഗിക്കുന്നത്. ഇത് പാസ്ത വേവിച്ചതാണ്, ബോയിൽ ചെയ്ത് വെച്ചതാണ്. ഓവർ കുക്ക്ഡ് ആവരുത്. ഇതിൽ കുറച്ച് ഉപ്പ് മാത്രമേ ഇടാവൂ. ഓയിൽ ഒഴിക്കരുത്. ഓയിൽ ഒഴിച്ചാൽ നമുക്ക് മസാല പിടിക്കില്ല. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാൻ മഷ്റൂം പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മഷ്റൂം കട്ട് ചെയ്ത് വെച്ച് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചത്. ഇത് പാസ്ത വേവിച്ച വെള്ളം, നമുക്കതിലേക്ക് വേറെ വെള്ളം ഒഴിക്കാതെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ പാസ്ത സോസാണ്. ടൊമാറ്റോ, വെളുത്തുള്ളി, ബേസിൽ ലീവ്സ്. റെഡിമെയ്ഡ് പാസ്ത സോസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ പച്ചമുളക് ഒരു 3 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ പച്ചമുളക് ഇടണ്ട. വെളുത്തുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂണും അത് എരിവനുസരിച്ചിടാം. ഉപ്പ് പാകത്തിന്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം വേവിച്ചതിൽ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് നമുക്ക് പിന്നീട് അത് ആവശ്യമില്ല. പിന്നെ ബേസിൽ ലീവ്സ് എന്താണെന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. ഇതാണ് ബേസിൽ ലീവ്സ്. ഇപ്പം ഞാൻ വീട്ടിൽ അതിൻ്റെ ചെടി ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഫ്രഷായിട്ട് കട്ട് ചെയ്തെടുത്തു. അല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതും കിട്ടും. മിക്കവാറും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ബാക്കി ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഒഴിക്കുന്നില്ല. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നല്ലോണം ഉണ്ടെങ്കിലാണ് അതിന് ടേസ്റ്റ് നല്ലോണം കിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ആവരുത് പാസ്തയ്ക്ക്. ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് പാസ്തയും ബോയിൽ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഉള്ളി ഞാൻ ഇടുന്നില്ല. അതിനുശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പാസ്ത സോസാണ്. അതൊന്നൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. ഉള്ളി, ഇഞ്ചി ഇതൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ആ പാസ്തയുടെ ടേസ്റ്റ് മാറും. പിന്നെ വേണമെങ്കിൽ വൈറ്റ് ഓണിയൻ കിട്ടുമെങ്കിൽ കുറച്ച് ഇടാം, പക്ഷെ അത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്കായിട്ട് ആ ടൊമാറ്റോയുടെ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാനിത് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ ഒന്നും എനിക്കില്ല. വീട്ടിൽ സാധാ ചെയ്യുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻസൊക്കെ അറിഞ്ഞാലാണ് കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കുക്കായി ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമുക്കതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂമിന് അധികം വേവില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. പെട്ടെന്നാവും. ഞാനത് അടച്ച് വെക്കുന്നില്ല. അടച്ച് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂമിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ അത് വറ്റിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒറിഗാനോ
പിന്നെ ഇതിൽ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ലാസ്റ്റിൽ മൊസറല്ല ചീസ്, ഗ്രേറ്റഡ് ചീസ്, മൊസറല്ല ചീസോ പർമേസാൻ ചീസോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചീസൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് റെഡ് പാസ്തയാണ്. പിന്നെ ഇത് തന്നെ വൈറ്റ് പാസ്ത ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് പാലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ പാസ്ത സോസിൻ്റെ ആവശ്യമില്ല. നമുക്ക് കുക്കിംഗ് ക്രീം പാലും മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. മഷ്റൂമും പാലക്കും കൂടെ വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീമല്ല കുക്കിംഗ് ക്രീമും പാലക്കും കുറച്ച് പാലും കൂടെ ഒഴിച്ച്, പാലും വേവിച്ച പാസ്തയുടെ വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അതിന് സോട്ട് ചെയ്യാം. അപ്പോൾ അതൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിലേക്ക് ആ പാസ്ത വേവിച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല, ഇനിയിപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിന് ശേഷം പിന്നെ നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ പാസ്ത വാങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് വലിപ്പമുള്ള പാസ്ത വാങ്ങണം, കാരണം എന്നാലാണ് മസാല അതിൻ്റെ ഉള്ളിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ പാസ്ത ഒട്ടിപ്പിടിച്ചു എന്ന് തോന്നുവാണെങ്കിൽ അത് ഒന്ന് ലേശം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ റണ്ണിങ് വാട്ടറിൽ കഴുകിയാൽ അത് കറക്റ്റാവും. അതിപ്പോൾ ഞാൻ കഴുകിയില്ല, അങ്ങനെ തന്നെ എടുത്തു, കാരണം അത്ര ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി കണ്ടോ ഇതിൽ വന്ന് കുക്കാവുമ്പോൾ അത് ശരിയായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് ഒന്നാവണം. നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. അതിന് മുമ്പൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പെല്ലാം പാകമാണ്. ഇനി വെള്ളം ഒന്ന് വറ്റി കുറുകി വരുമ്പോൾ നമുക്ക് അത് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. കുക്കായതിന് ശേഷം നമുക്കത് നോക്കാം. അപ്പോൾ അതായിട്ടുണ്ട്. നമുക്കൊരു ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൂടുതലായി ഒന്ന് തിളയ്ക്കുന്നു. വെള്ളം ഒന്ന് കുറുകി വരാം. അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരുപാട് കളറില്ല, കാരണം നമ്മൾ പാസ്ത സോസ് വീട്ടിലുണ്ടാക്കിയത്. പുറത്തുനിന്ന് കിട്ടുന്ന പാസ്ത സോസ് ആകുമ്പോൾ കുറച്ചും കൂടെ കളർ കിട്ടും, കാരണം അതിന് എന്തെങ്കിലും കളറൊക്കെ അവർ ചേർക്കുന്നുണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇത്ര വറ്റിയാൽ മതി വെള്ളം, കാരണം ഓവർ വറ്റിക്കഴിഞ്ഞാൽ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ അത് കട്ടയാവും. ഈ ഒരു പാകത്തിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തല്ല, ഗ്യാസിൻ്റെ ചൂടിൽ കുറച്ച് നേരം കൂടെ അത് നല്ല ഇതായിട്ടിരിക്കും. കുരുമുളക് ആയതുകൊണ്ടാണ് കളറ് കുറച്ച് കുരുമുളകിൻ്റെ വൈറ്റ് പെപ്പർ പൗഡർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ നല്ല വേറെ കളറ് കിട്ടും. ഇത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ് ഉപയോഗിച്ചത്, അതുകൊണ്ടാണ് അതിൻ്റെ കളറ് ഒരിത്തിരി ഇങ്ങനെ ഡാർക്കായി കിട്ടുന്നത്. ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം വരാം. ബൈ.